തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. വിശകലനങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിശകലനം കുറച്ച് നീട്ടിവെച്ചിട്ടുണ്ട്. എന്നാലും ഗോവിന്ദൻ മാഷും ബിനോയ് വിശ്വമൊക്കെ ചില അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. നമ്മൾ വളരെ കൃത്യമായി സ്വതന്ത്രമായി തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തേണ്ടതുണ്ട്. സുഭാഷിതം ചാനലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെ ചില വീഡിയോസ് നിങ്ങൾ കാണാൻ വിചാരിക്കും ഇയാൾ BJP ആണോ, കോൺഗ്രസ് ആണോ, കമ്മ്യൂണിസ്റ്റ് ആണോ, മാർക്സിസ്റ്റ് ആണോ, ഇയാൾ ഏതാണ് പാർട്ടി എന്നൊക്കെ നിങ്ങൾക്ക് അങ്ങനെ വിലയിരുത്താം. പക്ഷെ അങ്ങനെ വിലയിരുത്താൻ നമുക്ക് വളരെ നിഷ്പക്ഷമായ ഒരു രാഷ്ട്രീയ വിലയിരുത്തലാണ് ഞങ്ങൾ പലപ്പോഴും നടത്തിപ്പോകുന്നത്. ഇന്നിപ്പോൾ ഞങ്ങൾ ഒരു 3 പാർട്ടികളെയും 3 മുന്നണികളെയും എങ്ങനെ കാണണം കേരളത്തിൽ എന്നുള്ളതിനെ കുറിച്ചാണ് ഞങ്ങളുടെ വീഡിയോസ്. ഒന്നാമതായി എടുക്കേണ്ടത് LDFിനെ അങ്ങനെ എഴുതി തള്ളാൻ വരട്ടെ. എന്തുകൊണ്ട് LDFിനെ എഴുതി തള്ളാൻ വരട്ടെ എന്ന് പറയുന്നത്? ഒന്ന്, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞപ്പോഴും അടിസ്ഥാനപരമായ വോട്ടിൽ അവർക്ക് വലിയ കുഴപ്പം വന്നിട്ടില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിലടക്കം പല വാർഡുകളിലും 10 വോട്ട്, 20 വോട്ട്, 50 വോട്ട്, 1000 വോട്ടിന് താഴെയാണ് പല വാർഡുകളിൽ നിൽക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലടക്കം അവരാണ് ഏറ്റവും കൂടുതൽ വോട്ട് പിടിച്ചിട്ടുള്ളത്. BJPയോ കോൺഗ്രസോ അല്ല. പക്ഷെ സീറ്റിന്റെ എണ്ണത്തിൽ അവർ പിറകിലോട്ട് പോയെങ്കിലും അതുപോലെ തന്നെ 100 MLA-മാരുണ്ട്. ചെറിയ കാര്യമല്ല 100 MLA-മാരെന്ന് പറഞ്ഞാൽ. ആശാ വർക്കേഴ്സിന്റെ പ്രശ്നം ഇപ്പോൾ ഒന്നുകൂടി ചിലപ്പോൾ പൈസ കൂട്ടിക്കൊടുത്ത് അവരെ വിശ്വാസത്തിലെടുക്കാൻ സാധ്യതയുണ്ട്. ശമ്പള പരിഷ്കരണം കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബഡ്ജറ്റിൽ ഒരു സമ്മാന പെരുമഴയായിരിക്കും ഇനി വരാൻ പോകുന്ന ബഡ്ജറ്റിൽ. അപ്പൊ വരാൻ പോകുന്ന ബഡ്ജറ്റ് അങ്ങനെയാണ്. 100 സീറ്റിൽ ആളുകൾ ഇപ്പോൾ പിന്നെ MLA-മാരുണ്ട്. ഈ MLA-മാരൊന്നും അങ്ങനെ ജനത്തിന് അനീതി ചെയ്യുന്നവരൊന്നും അല്ല. നിങ്ങൾ പാറശാല മുതൽ ഇങ്ങനെ കാസർഗോഡ് വരെ എടുത്തു നോക്കൂ. മിക്കവാറും MLA-മാരെല്ലാം ജനപ്രിയരാണ്. അതേസമയം കോർപ്പറേഷനിൽ തോറ്റുവാൻ ആര്യ രാജേന്ദ്രനെ കുറ്റം പറഞ്ഞവരുണ്ട്. പല പഞ്ചായത്തുകളിലും പഞ്ചായത്ത് പ്രസിഡന്റുമാർ പഞ്ചായത്ത് പ്രസിഡന്റുമാർ അഴിമതിയും തെമ്മാടിത്തരവും കാണിച്ച് സ്വജനപക്ഷപാതം കാണിച്ചുകൊണ്ടാണ് മൊത്തത്തിൽ അടപടലം പോയത്. പക്ഷെ ഇതങ്ങനല്ല. തീർച്ചയായിട്ടും MLA-മാരുടെ പേരുകൾ, കാരണം MLA ഫണ്ടും മറ്റേ ഫണ്ടും മറിച്ച ഫണ്ടും കിഫ്ബി എന്നൊക്കെ പറഞ്ഞ് ധാരാളം കാര്യങ്ങൾ താഴേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എഴുതി തള്ളാൻ ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. മാണി ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർ കോട്ടയം ജില്ലകളിൽ എന്തായാലും അവർ തോറ്റിരിക്കുന്ന സാഹചര്യത്തിൽ പള്ളിയിലച്ചന്മാരെയും ബിഷപ്പുമാരെയും ഉള്ള ആളുകളുമായിട്ടുള്ള ചർച്ചകളും അതിനൊക്കെ ചിലപ്പോൾ പിണറായി വിജയനും CPM-ഉം വലിയ മുൻതൂക്കം കൊടുത്തേക്കാം. ലീഗിനെ കുറച്ചൊന്ന് വിടും, അല്ലെങ്കിൽ മുസ്ലിങ്ങളെ കുറച്ചൊന്ന് വിടും. പക്ഷെ ക്രിസ്ത്യാനികളിൽ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ LDFിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കാം. അതുപോലെ ഞാൻ പറഞ്ഞ 100 സീറ്റിന്റെ കഥകളുണ്ട്. അടിസ്ഥാനപരമായി അവരുടെ വോട്ട് ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. 68 സീറ്റിൽ 80 സീറ്റ് UDFിന് ലഭിച്ചു എന്ന് പറയുമ്പോൾ 68 സീറ്റ് കഴിഞ്ഞാൽ ബാക്കി വരുന്ന 68 70 12 സീറ്റിൽ നാമമാത്രമായ വോട്ടുകൾക്കാണ്, വളരെ കുറഞ്ഞ വോട്ടുകൾക്കാണ് UDF മുന്നിൽ നിൽക്കുന്നത്. അത് അട്ടിമറിക്കാൻ LDFിന് കഴിഞ്ഞേക്കാം. കാരണം അവരുടെ ഇനിയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് 2-3 കാര്യങ്ങൾ അവരിപ്പോൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒന്ന്, ശമ്പള പരിഷ്കരണം ഞാൻ പറഞ്ഞു കൊണ്ട് ആശാ വർക്കേഴ്സിനും അംഗനവാടിക്കാർക്കുള്ള പണം എല്ലാവരും കൊടുക്കും. ഇപ്പോൾ ഈ പണമെല്ലാം കൊടുത്തുകൊണ്ട് അതുപോലെ 35 വയസ്സായ അതുപോലെ തന്നെ ചെറുപ്പക്കാർക്ക് കുറച്ച് പൈസ കൊടുക്കാൻ സാധ്യതയുണ്ട്. ആ പൈസയും കൊടുത്തുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ പരമാവധി അവർ നാട്ടിൽ ഉദ്ഘാടനങ്ങളും മേളകളും ഒക്കെ നടത്താൻ, എല്ലാം ഉദ്ഘാടനം ചെയ്ത് മേളകൾ നടത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു വലിയ ഹൈപ്പ് ഒരു വശത്ത് ഉണ്ടാക്കും. ഒരുപക്ഷെ പത്മകുമാറിനെ അങ്ങ് പുറത്താക്കും. പത്മകുമാറിനെ പുറത്താക്കുന്നതോടുകൂടി ഞങ്ങൾ സ്വർണ്ണക്കാരെ എല്ലാം ഞങ്ങൾ വിട്ടിരിക്കുകയാണ്, ഞങ്ങൾക്ക് സ്വർണവുമായി യാതൊരു ബന്ധമില്ല എന്ന് വരുത്താൻ CPM ചിലപ്പോൾ ശ്രമിക്കും. അതിനിപ്പോൾ ഗോവിന്ദൻ മാഷിന് അങ്ങോട്ട് പോകാനുള്ള സമയം ജില്ലാ കമ്മിറ്റി പോയി വിശദീകരിക്കാനുള്ള സമയത്തിന്റെയൊക്കെ ഒരു പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പത്മകുമാറിനെയും പുറത്താക്കി ശബരിമല വിഷയത്തിൽ ഞങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് പറയും. നമ്മുടെ അതിജീവിതയുടെ വിഷയത്തിൽ, നടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവർ ഹൈക്കോടതിയിലേക്ക് കേസ് പോവും. ഇന്നലെ തന്നെ മുഖ്യമന്ത്രി ശിവൻകുട്ടിയും പോയി നടി കണ്ടിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ആ ഭാഗത്ത് ഞങ്ങൾ സ്ത്രീകളുടെ കൂടെയാണ് എന്നൊരു, ഭാഗ്യലക്ഷ്മി അടക്കമുള്ള ആളുകളെ കൂടെ നിർത്തി ഞങ്ങൾ സ്ത്രീകളുടെ കൂടെയാണെന്ന് വരുത്തി തീർക്കും. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട സാധ്യതയുണ്ട്. ശമ്പള പരിഷ്കരണം കൊടുക്കുന്ന സാധ്യതയുണ്ട്, ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ തൊഴിലുറപ്പിൽ ഇപ്പോൾ വലിയൊരു സാധ്യത കിട്ടിയിട്ടുണ്ട്. SIR-ലും കിട്ടിയിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റിനെതിരെ സമരം ചെയ്യാനുള്ള 2 ആയുധങ്ങൾ. ഒന്ന്, മഹാത്മാഗാന്ധി എന്ന് പറയുന്നത് വലിയൊരു വികാരമാണ്. കേന്ദ്ര ഗവൺമെന്റ് എന്തിനാണ് ഗാന്ധിജിയുടെ പേര് മാറ്റിയത് നമുക്കറിയത്തില്ല, ബാക്കിയെല്ലാം മാറ്റിയത് മനസ്സിലാവും. പക്ഷെ മഹാത്മാഗാന്ധി ഇപ്പോൾ ഗ്രാമീണ ഇന്ത്യയുടെ മോചനമാണ് ഇന്ത്യ എന്ന് പറഞ്ഞ ഇന്ത്യ ലിവ്സ് ഇൻ വില്ലേജസ് എന്നൊക്കെ പറയുമ്പോൾ, അപ്ലിഫ്റ്റ്മെന്റ് ഓഫ് വില്ലേജ് എന്നൊക്കെ പറയുന്ന ഗ്രാമസ്വരാജ്യാലും രാമരാജ്യാലും എല്ലാം ഗാന്ധിജിയുമായി റിലേറ്റഡ് ആണ്. അപ്പൊ ഗാന്ധിജിയുടെ പേരെന്തിനു മാറ്റിയെന്ന് നമുക്കറിയത്തില്ല. അതിനകത്തൊരു അബദ്ധം കേന്ദ്ര ഗവൺമെന്റിന് പറ്റിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും വലിയൊരു വടിയാണ് ഈ ഗാന്ധിജിയുടെ പേര് മാറ്റിയതോട് കിട്ടിയത്. ബാക്കി എല്ലാ കാര്യങ്ങളും മുങ്ങും. പക്ഷെ ഗാന്ധിജിയുടെ പേര് മാറ്റിയത് ഒരു വികാരമായി നിൽപ്പുണ്ട്. എല്ലാ ചാനലുകളും പത്രങ്ങളും എല്ലാം ഗാന്ധിജി ഗാന്ധിജി എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ വലിയ ശക്തമായ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് തൊഴിലുറപ്പുകാരെ ഉൾപ്പെടെ അവർക്ക് അണിനിരത്താൻ കഴിയും, കുടുംബശ്രീക്കാരെ അണിനിരത്താൻ. അതിലൂടെ വലിയൊരു ഇലക്ഷൻ ക്യാമ്പയിൻ തന്നെയാണ് ഇടതുപക്ഷം കാണുന്നത്. അല്ലാതെ മറ്റേ ഗാന്ധിജിയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. അത് വല്ലാതെ വരാൻ സാധ്യതയുണ്ട്. SIR-ൽ വലിയ പ്രതിഷേധം വരാൻ സാധ്യതയുണ്ട്.
ഈ ഒരു വശത്ത് പ്രതിഷേധ സമരങ്ങളും മറുവശത്ത് ചില ആനുകൂല്യങ്ങൾ കൊടുക്കലും MLA-മാരോട് ഇപ്പൊ തന്നെ താഴേക്ക് ഇറങ്ങാൻ പറയലും പിന്നെ മറ്റൊരു കാര്യമുണ്ട്, ഈ 2 പ്രാവശ്യം ആയിട്ട് നിൽക്കുന്ന MLA-മാരെ മാറ്റുമെന്ന് പറയുന്നതിൽ ചിലപ്പോൾ ഇളവ് കൊടുക്കും. ഇപ്പൊ കാട്ടാക്കട സതീഷിനെ പോലെ ഉള്ള ആളുകൾ, ഹരീന്ദ്രനാഥ് അപ്പുറത്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ ഈ നെയ്യാറ്റിങ്കര പിന്നെ ഉള്ള ആളുകൾ, പിന്നെ അൻസലാം അങ്ങനെ തുടങ്ങിയതിന്റെ കാസർഗോഡ് വരെ എടുത്തു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തൊക്കെ ആര് വന്നാലും ഇപ്പം TK മുരളിക്കൊക്കെ സാധ്യത കൊടുക്കാനുണ്ട് അവിടെ. കാരണം രാജേഷ് എന്ന് പറയുന്ന ആളായിരുന്നു പിന്നെ വളർന്നു വന്നിരുന്ന നേതാവ്. രാജേഷിനെ ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം TK മുരളി തന്നെ വീണ്ടും. അപ്പൊ ഇങ്ങനെ ഓരോ മണ്ഡലങ്ങൾ പരമാവധി MLA-മാരെ നിലനിർത്തിക്കൊണ്ട് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന അടിസ്ഥാന വോട്ടുകളെ അങ്ങനെ നിലനിർത്തിക്കൊണ്ട് അതിനെ കൂടുതൽ വിപുലീകരിക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ശബരിമലയിൽ വിഷയം തിരിച്ചടിച്ചപ്പോൾ എല്ലാ വീടുകളിലും നോട്ടീസുമായി ചെന്ന് ഞങ്ങൾ വിശ്വാസികൾക്ക് അനുകൂലമാണെന്ന് പറഞ്ഞതുപോലെ ഇനിയിപ്പോ എല്ലാ അമ്പല കമ്മിറ്റികളിലും വിശ്വാസികളോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റുകാരും ഉടൻ അടിയന്തരമായി അമ്പല കമ്മിറ്റികളിൽ ഇടിച്ചു കയറണമെന്ന് പറഞ്ഞ് അവിടെ എല്ലാം ഇടിച്ചു കയറി ഉത്സവങ്ങൾ നടത്തുകയും അതിന് വരുന്ന മാസങ്ങളെല്ലാം ഉത്സവങ്ങളുടെയൊക്കെ മാസങ്ങളാണ്. അപ്പൊ ഇത്തരത്തിൽ വളരെ അതിവിപുലമായ ജനകീയ അടിത്തറ ഉണ്ടാക്കാനും നിലവിലുള്ള അടിത്തറയെ ഉറപ്പിക്കാനും അങ്ങനെ കെട്ടുപോയിട്ടില്ലാത്ത അടിത്തറയെ മുന്നോട്ട് കൊണ്ടുപോകാനും പുതിയ പരിഷ്കാരങ്ങളും ശമ്പള പരിഷ്കരണവും ആനുകൂല്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഇന്ന് പിണങ്ങി നിൽക്കുന്ന എല്ലാ വിഭാഗങ്ങളെയും കൂടെ നിർത്താനും മുഖ്യമന്ത്രിയുടെ ശൈലിയിൽ ചെറിയൊരു മാറ്റം വരുത്തി. ഇപ്പൊ തന്നെ വരുത്തിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഒരുപാട് ചിരി വരുന്നുണ്ട്, ആള് കുട്ടികളെ കാണുന്നു, എല്ലാം ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. ബോഡി ലാംഗ്വേജിലൊക്കെ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. പത്രപ്രവർത്തകരൊക്കെ അവരോട് പഴയ കഥയൊക്കെ പറഞ്ഞ് കുശലത്തിലേക്ക് വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ബോഡി ലാംഗ്വേജും ഒക്കെ കൂടെ മാറി പുതിയ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ LDF തയ്യാറായാൽ ഇപ്പുറത്ത് വേറെ ചില കുഴപ്പങ്ങളുണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യും. ഈ UDF ഇങ്ങനെ ഉടുപ്പടിച്ചാലുള്ള ഒരു കുഴപ്പമുണ്ട് UDF-ന്. ആ കുഴപ്പം കൂടി മുതലാക്കാൻ പറ്റിയാൽ BJP-യുമായി എന്തെങ്കിലും ഒരു അണ്ടർസ്റ്റാൻഡിങ് അന്തർധാര ചില മണ്ഡലങ്ങളിലെങ്കിലും ഉണ്ടാക്കിയാൽ, വളരെ കൃത്യമായ ഒരു അന്തർധാര CPM-ഉം BJP-യുമായി ഉണ്ടായാൽ, ഇങ്ങനെ പല കണ്ടീഷനാണ് ഈ ED കേസ്, പല കേസുകളും കിടപ്പുണ്ട്. ഇങ്ങനെ ചില കണ്ടീഷൻസ് ഒക്കെ വന്നാൽ UDF-ന് വരാനുള്ള സാധ്യത LDF അടയ്ക്കുകയും LDF വീണ്ടും വരികയും ചെയ്തേക്കാം. ഇനി വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ വളരെയധികം വയലന്റ് ആയിട്ടുണ്ട്. അദ്ദേഹം വളരെ വളരെ വലിയ തോതിലായിരിക്കും ഇനി SNDP യോഗങ്ങൾ വിളിച്ചുകൂട്ടി ഇടതുപക്ഷത്തിന് ആവശ്യമായ മെഗാഫോണായി വോട്ട് ചെയ്യണം എന്ന് പറയുന്നത്. അതുപോലെ സുകുമാരൻ നായർ ഒരു ടെസ്റ്റ് ഡോസ് ആയിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞെങ്കിൽ ഇനി ശക്തമായിട്ട് NSS കരയോഗങ്ങൾ വഴി വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ പറയുന്ന സാമുദായിക സാധ്യതകളും ക്രിസ്ത്യൻ സമുദായത്തെ കൈകാര്യം ചെയ്യലും ഇങ്ങനെ അടിത്തറ ഊട്ടി ഉറപ്പിക്കൽ, ഇങ്ങനെ ഒരു 8-10 കാര്യങ്ങൾ അക്കമിട്ട് AKG സെന്ററിൽ തയ്യാറാകുന്നുണ്ട്. അതിന്റെ ടെംപ്ലേറ്റ് തയ്യാറായിട്ടുണ്ട്. അത് സക്സസ് ആയാൽ തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരിയ വോട്ടിനെങ്കിലും 70 സീറ്റെങ്കിലും പിടിച്ച്, 72 73 സീറ്റെങ്കിലും പിടിച്ച്, 75 സീറ്റെങ്കിലും പിടിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും വരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് അവരെ അങ്ങനെ നമ്മൾ എഴുതി തള്ളണ്ട.